52 വർഷമായിട്ടുണ്ട്. ഇങ്ങനെ പടക്കം നിർമ്മിക്കാൻ തുടങ്ങിയിട്ടല്ലേ? എൻ്റെ പേര് പ്രേമ. അപ്പൊ ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് കളറാക്കും ഗാംഭീര്യം കുറച്ച് വർണ്ണവിസ്മയത്തോടു കൂടി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരുക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം അപകടം നടന്ന ഈ വെടിക്കെട്ട് പുരയിൽ രാവിലെ എത്തിയിരുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് 3 മണിക്കൂറോളം കഴിഞ്ഞായിരുന്നു ഈ അപകടം. ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. തൃശ്ശൂർ ഉണ്ടായ ആ ഒരു പടക്കശാലയിലുണ്ടായ ഒരു ദുരന്തം. തൃശ്ശൂർ പൂരത്തിനെ വരവേൽക്കാനും ആ ഒരു പൂരം ആഘോഷിക്കാനും ഒക്കെ നാട്ടുകാരും അവിടെയുള്ള ആൾക്കാരൊക്കെ അല്ലെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ, അതിൽ ഏറ്റവും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഈ എന്താ പറയുക വെടിക്കെട്ട്. അത് പല രീതിയിലുള്ള വർണ്ണവിസ്മയങ്ങൾ കാഴ്ചവെക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നിർമ്മാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തം ഉണ്ടാകുന്നതിന് ഏകദേശം ഒരു 2-3 മണിക്കൂർ മുന്നേ അവിടെ ചില മാധ്യമങ്ങൾ എത്തിയിരുന്നു. അവിടുത്തെ കാഴ്ചകളെല്ലാം പകർത്തിയിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ജോലി ചെയ്യുന്ന അമ്മമാരായിക്കോട്ടെ, അല്ലെ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതൽ അവിടെ ജോലി ചെയ്യുന്നത്. അവരെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. പാട്ടൊക്കെ പാടുകയും അവരവരുടേതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് എല്ലാവരും ഒരു എന്താ പറയുക വലിയ സന്തോഷത്തിലായിരുന്നു. തൃശ്ശൂർ പൂരം, അവിടെ വെടിക്കെട്ട്, ആഘോഷം എല്ലാത്തിനും വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ നടന്നത് വലിയൊരു ദുരന്തം തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ഇപ്പോഴും പല ആൾക്കാരും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിലാണ്. പലരുടെയും ശരീരാവശിഷ്ടങ്ങൾ തെറിച്ചു പോയ രീതിയിലൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല, അത്ര വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അപ്പൊ ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് കളറാക്കും ഗാംഭീര്യം കുറച്ച് വർണ്ണവിസ്മയത്തോടു കൂടി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്രാവശ്യം നെന്മാറ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ തൃശ്ശൂർ പൂരത്തിന് അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ പൂരപ്രേമികളുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. 13 വർഷമായി ഞാൻ ഇത് സ്ഥിരമായിട്ട് തിരുവമ്പാടിക്ക് ചെയ്യുന്നു. 2024 പാറമേക്കാവിന് തിരുവമ്പാടിക്കും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുകൂടി ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടാണ് ആ ഭാഗ്യം കൂടി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നെന്മാറ കഴിഞ്ഞു. രണ്ടാമത് ഇപ്പോൾ വീണ്ടും പൂരത്തിലേക്കുള്ള പണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 52 വർഷമായിട്ടുണ്ട്. ഇങ്ങനെ പടക്കം നിർമ്മിക്കാൻ തുടങ്ങിയിട്ടല്ലേ? എൻ്റെ പേര് പ്രേമ. ഇതെങ്ങനെയാ നമ്മളിങ്ങനെ ഈ പടക്കം ഇതാക്കുന്നത്? ഞങ്ങള് ആദ്യം ഓലയെടുത്ത് തിരിവെച്ചിട്ട് മരുന്ന് കോരിയിടും. മരുന്ന് കോരിയിട്ടിട്ട് അത് ചിറ്റിയിട്ട് കോർത്ത് വലിച്ച് അതിന്റെ പാല് മുറിച്ച് തഴക്കിവിടും. നമ്മൾ ഇതിന് ഉപയോഗിക്കണ എന്ത് ഓലയാണ്? കൊടപ്പനോല. ഈ കൊടപ്പനോലക്ക് എന്താ പ്രത്യേകത? പൊട്ട് കൂടുതൽ കിട്ടും. അതായത് ശബ്ദം കൂടുതലായിരിക്കും. ശബ്ദം കൂടുതൽ കിട്ടും. നമ്മളിപ്പോ ഇത് ഇങ്ങനെ വെട്ടിയതിന് ശേഷം, ഈ ഓല വെട്ടിയതിന് ശേഷം അപ്പൊ തന്നെ ഉപയോഗിക്കാണല്ലോ? ഇല്ല, അത് കൊണ്ടുപോയി ചീന്തി ഉണക്കണം. ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് കഷ്ണം വെട്ടണം. ആദ്യം ഇതിന് ഈർക്കിലി ഉണ്ട്, നല്ല വലിയ ഈർക്കിലിയ. അത് ആദ്യം കളയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതേപോലെ കഷ്ണം വെട്ടും. ആ കഷ്ണം വെട്ടി കഴിഞ്ഞിട്ട് ഇവിടെ കൊടുന്ന് മരുന്ന് ഈ ഓലയിൽ ആദ്യം തിരിവെക്കും, പിന്നെ മരുന്ന് കോരിയിടും, പിന്നെ ഇതേപോലെ ചുറ്റും. അയ്യോ, അത്ര വേണ്ടോ? അത് പോയി വെടിക്കെട്ട് പൂമുഖം വാടാതെ തുടിച്ച കൊമന ചുണ്ടത്ത് എനിക്ക് വയ്യ. അയ്യോ, അത്ര വേണ്ടോ? അത് പോയി.
2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കത്തിയിട്ടുണ്ടാവും. ചൂട് കാരണം ഞാൻ തിരി എടുത്തിടുക ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി ഇതെൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി തോന്നുന്നു ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നേ എടുത്തു ഓടി. 3 ഷെഡ് അത് 3 ഇല്ല. അപ്പുറത്ത് വേറെ ഉണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അത് എനിക്കറിയില്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് 3 മണിക്കൂറോളം കഴിഞ്ഞായിരുന്നു ഈ അപകടം. അപകടത്തിന് തൊട്ട് മുൻപുള്ള ആ ദൃശ്യങ്ങളിലേക്ക്. വിരലൊന്നു മുട്ടിയാൽ ഓല പടക്കമാകുന്ന കരിമരുന്നിൻ വിരുതല്ലേ, ആഘോഷവേളയിൽ ഇതൊന്നു പൊട്ടിക്കാണുവാൻ ജനലക്ഷം കാത്തു നിൽക്കുന്നു. വിരലൊന്നു മുട്ടിയാൽ ഓല പടക്കമാകുന്ന കരിമരുന്നിൻ വിരുതല്ലേ, ആഘോഷവേളയിൽ ഇതൊന്നു പൊട്ടിക്കാണുവാൻ ജനലക്ഷം കാത്തു നിൽക്കുന്നു. ഇത് വെടിക്കെട്ട് വിൽസന്റെ സ്വന്തം കരവരുത്. ആലക്കി എങ്ങനെ ഉണ്ടായിരുന്നു സംഗതി? സൂപ്പർ, താളം ഇട്ടായിരുന്നു. സൂപ്പർ. അപ്പൊ അതാണ് വെടിക്കെട്ട് പുരയിലെ വിശേഷം.